ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്ക് ഈ കവറിൻ്റെ ബാക്കി ഭാഗം വെച്ചിട്ട് ഒരു പൂവും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഈ കവറിൽ നിന്ന് എഴുത്തൊന്നും ഇല്ലാത്ത മഞ്ഞ കളറുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഈ കവർ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് നമുക്ക് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഇതൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വലിയ ഇതളാണ്. ഇതുപോലെ നമുക്ക് കുറച്ച് ചെറിയ ഇതളും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഇതളുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഗുളികയുടെ കവർ എടുത്തിട്ടുണ്ട്. ഈ കവറിൽ നിന്ന് റൗണ്ട് ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഗുളികയുടെ കവറുമേ നമുക്ക് ആദ്യം ചെറിയ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ഇതളുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതള് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇതളിൻ്റെ ഒട്ടിക്കുന്ന ആ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം പശ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ആ ഇതള് നല്ല ഭംഗിയായിട്ട് നിന്ന് കിട്ടും. ഇതളുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിമേ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് ഞാൻ കുറച്ച് പേപ്പർ കൊണ്ട് ഇല കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടുമ്മ ഈ പൂവൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.